ഹരകൃഷ്ണ, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് സുരഭി കുഞ്ചാണ്. ഇത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭഗവാന്റെ ഗോവർദ്ധന ലീല കഴിഞ്ഞ സമയത്ത് ഇന്ദ്രൻ സുരഭി ദേവിയുമായിട്ട്, സ്വർഗത്തിലെ പശുവാണ് സുരഭി പശു, ആ സുരഭി ദേവിയുമായിട്ട് ഭഗവാനെ സാന്ത്വനിപ്പിക്കുന്നതിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ദേവേന്ദ്രൻ്റെ ഉദ്ദേശം സുരഭി പശുവിൻ്റെ പാലുകൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്ത് ഭഗവാനോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നവദ്വീപിൽ വെച്ച് ദേവേന്ദ്രന് ഗൗരംഗ മഹാപ്രഭുവിൻ്റെ ദർശനവും ലഭിച്ചു. ഇവിടെ ഈ സുരഭി കുഞ്ചിൽ സുരഭി പശു, സുരഭി ദേവി എല്ലാ കാലത്തും സനാതനമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പ്രളയ സമയത്ത് പോലും ഈ സുരഭി പശു ഈ സുരഭി കുഞ്ചിലുണ്ടായിരിക്കും. ഈ ധാമവും ഒരിക്കലും നശിക്കാത്തതാണ്. കൽപ്പാന്തകാലത്ത് പോലും, കൽപ്പാന്തത്തിൽ പ്രളയമുണ്ടാകുന്ന സമയത്ത് പോലും ഈ സുരഭി കുഞ്ച് നശിക്കുന്നില്ല. അതിൻ്റെ ഉദാഹരണമായിട്ട് മാർക്കണ്ഡേയ മഹർഷി പ്രളയം കണ്ട സമയത്ത് അദ്ദേഹം ഈ സുരഭി കുഞ്ചിൽ എത്തിച്ചേർന്നു. ഈ സുരഭി കുഞ്ച് ആ സമയത്തും പ്രളയത്തിൽ നശിക്കാതെ നിലനിൽക്കുന്നുണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സനാതനമായിട്ടുള്ള ധാമമാണ് ഈ സുരഭി കുഞ്ച്. ഇവിടെ വന്ന് ഭഗവാന്റെ നാമം, ഗൗരംഗ മഹാപ്രഭുവിൻ്റെ നാമം ജപിക്കുന്നവർക്ക് ആ ഗൗരംഗ മഹാപ്രഭുവിൻ്റെ അഭയം ലഭിക്കും എന്ന് സുരഭി ദേവി പറയുന്നത് ശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. വളരെ പ്രത്യേകമായിട്ടുള്ള ക്ഷേത്രമാണ്. മഹാദേവൻ ഒരു പ്രത്യേക വാഹനത്തിൽ, ഹംസവാഹനത്തിൽ ഇവിടെ ഇരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ മഹാദേവൻ്റെ വാഹനം നന്ദിയാണ്. എന്തുകൊണ്ടാണ് മഹാദേവൻ ഈ നന്ദിയെ ഉപേക്ഷിച്ച് ഹംസത്തെ വാഹനമായിട്ട് സ്വീകരിച്ചത് എന്നുള്ള ഒരു ചരിത്രം പറയുന്നുണ്ട്. ഈ സ്ഥലത്ത് വെച്ച് ഗൗരംഗ മഹാപ്രഭുവിൻ്റെ ലീലകൾ ശുകദേവ് ബ്രഹ്മർഷി പറയാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ശുകദേവ് ബ്രഹ്മർഷിയാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞിട്ടുള്ളത്. അതേ ശുകദേവ് ബ്രഹ്മർഷി ഗൗരഭാഗവതം ഇവിടെ വെച്ച് വിവരിക്കാൻ ആരംഭിച്ചു. ഇത് കേട്ട് എല്ലാ ദേവീദേവന്മാരും മഹർഷിമാരും ഇവിടെ എത്തിച്ചേർന്നു. മഹാദേവനും കൈലാസത്തിൽ ഈ ഒരു വാർത്ത കേട്ടു. ആ സമയത്ത് മഹാദേവൻ കൈലാസത്തിൽ നിന്ന് ഗൗരഭാഗവതം കേൾക്കുന്നതിനായിട്ട് ഈ സ്ഥലത്തിലേക്ക് നന്ദിയുടെ പുറത്ത് കയറി വരാൻ ആരംഭിച്ചു. എന്നാൽ നന്ദിക്ക് വളരെ സാവധാനമേ നടക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് മഹാദേവന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ബ്രഹ്മലോകത്തിലെത്തി അവിടെ നിന്നും ബ്രഹ്മദേവൻ്റെ വാഹനമായിട്ടുള്ള ഹംസത്തെ നൽകുവാൻ വേണ്ടി അപേക്ഷിച്ചു. ബ്രഹ്മദേവൻ കാരുണ്യപൂർവ്വം അദ്ദേഹത്തിന് ആ ഹംസവാഹനത്തിനെ മഹാദേവന് നൽകി. ആ ഹംസത്തിലേറി മഹാദേവൻ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്ത്, ഇവിടെ ഹംസവാഹനം മഹാദേവൻ ഇരിക്കുന്ന ഈ പ്രദേശത്ത് ഗൗരകഥ കേൾക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു. അങ്ങനെ ഇപ്പോഴും ഈ പുരാതനമായിട്ടുള്ള ക്ഷേത്രം ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഹംസവാഹനത്തെയും മഹാദേവനെയും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ പുറകിൽ തന്നെ ഒരു പുതിയ ക്ഷേത്രം ഹംസവാഹന മഹാദേവന് വേണ്ടി നിർമ്മിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ.